ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ വെക്കേഷൻ ട്രിപ്പിൻ്റെ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ ഉമ്മച്ചിയും അവരുടെ ഹസ്ബൻഡ് സമ്പത്തേട്ടനുമാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ട്രിപ്പായതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ബഡ്ജറ്റ് കുറച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ അവിടെ നിന്ന് പോയത്. പോകുന്ന വഴിക്ക് ബ്രൂ ലാബ് എന്ന് പറഞ്ഞിട്ട് തൃപ്രയാർ എത്തിയപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറി. അവിടെ നിന്ന് നിറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ചായയും കുറച്ച് പലഹാരങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോയി കേട്ടോ. ഇടയ്ക്കൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇതാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ട്. അവിടെ എത്തിയ ഉടനെ തന്നെ എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ആ റൂമിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ഇതാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്ന സ്വിമ്മിങ് പൂള്. അങ്ങനെ മാമനും മക്കളും കൂടി അടുത്തത് എങ്ങോട്ട് പോകാമെന്നുള്ള ചർച്ചയിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഫോട്ടോസ് എടുക്കുന്നത് കണ്ടപ്പോൾ ചേച്ചിയും ഞങ്ങളുടെ കൂടെ വന്ന് നിന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോഴത്തേനും എല്ലാവരും തന്നെ ഓടി വന്നു. അങ്ങനെ ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ രാത്രി ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ രാത്രിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കുക്ക് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം രാത്രി സന്ധ്യ ആവാറായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോകാൻ പറ്റുന്നിടത്തൊക്കെ പോവാം, അങ്ങനെ കടലിലോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങി ഇരുട്ടാകുന്നതിന് മുമ്പേ കടലൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കടൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇത് തീരത്തോട് ചേർന്ന ഒരു സ്ഥലമാണ്. നിറച്ച് തെങ്ങുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ സ്ഥലം കാണാൻ, നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ നിന്ന് ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അവരുടെയൊക്കെ ഇടയിലൂടെ കടൽ തീരത്തോട്ട് പോവുകയാണ് കേട്ടോ. പോകുമ്പോൾ വഴിയിൽ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പോകണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ് പോകുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ കുഞ്ഞാറ്റയും പിന്നും കൂടെ മുന്നിൽ ഓടി പോകുന്നുണ്ട് കേട്ടോ. കുഞ്ഞാറ്റ ഞാൻ മുമ്പേ കാണിച്ചത് രമ്യ ചേച്ചീൻ്റെ മോളാണ്. കുഞ്ഞു എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. രണ്ടുപേരും കൈ പിടിച്ച് പോവുകയാണ്. അപ്പോൾ ഉണ്ണേട്ടൻ വേഗം ഓടിച്ചെന്ന് പറഞ്ഞ അടുത്തോട്ട്. ഇപ്പോൾ പൊന്നൂനെ ചേട്ടൻ കൈ പിടിച്ച് കടൽ തീരത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജായി. അപ്പോഴേക്കും നവോമിയും ദേവും കൂടെ പോയിട്ട് പട്ടം എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ പട്ടം പറത്താൻ ഒക്കെ ട്രൈ ചെയ്യുകയാണ്. പക്ഷെ കാറ്റിൻ്റെ ദിശ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് മേളിലോട്ട് പറക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സൈഡിലോട്ട് ഇങ്ങനെ പറന്ന് പോവുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിൻ്റെ മേളിൽ ഇങ്ങനെ കളിച്ച് പിന്നെ അത് പൊങ്ങി പറക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരത് വിട്ടു പോന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ പോസ് ചെയ്തു. ഇത് തുണ്ടു രമ്യ ചേച്ചിയുടെ അനിയത്തിയാണ് കേട്ടോ. പിന്നെ ഞാൻ വെറുതെ ഒന്ന് കടൽ തീരത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നു. നല്ല കാറ്റായിരുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മുടിയൊക്കെ ഇങ്ങനെ പറക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും കൂടെ വിളിച്ച് കടൽ തീരത്ത് ഞങ്ങളിങ്ങനെ കുറേ നേരം കൈയൊക്കെ വിരിച്ചിങ്ങനെ നിന്നു കേട്ടോ. വെറുതെ ഒരു രസം. റീൽസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിന്നതാണ്. പക്ഷേ റീൽസൊന്നും നടന്നില്ല. എന്തായാലും ഇവരോടൊക്കെ കൂടിയുള്ള യാത്ര എന്നും എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ചേട്ടൻ്റെ വൈഫും കൂടെ വന്നു. ആളെ ഞാൻ സ്ഥലം ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം തന്നെ മഴ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നേരം കടൽ തീരത്തൊന്നും നിൽക്കാൻ പറ്റിയില്ല. ഇത് ഞാനും പൊന്നും പൂജയും കൂടെ ഫോട്ടോ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ച് റിസോർട്ടിലോട്ട് തന്നെ പോകുന്നു കേട്ടോ. ഒരുപാട് പ്ലാനിങ്ങുകളൊക്കെ ആയിട്ടാണ് പോയത്. കടൽ തീരത്ത് നിന്ന് ഷോർട്സ് എടുക്കണം, വീഡിയോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ മഴ പറ്റിച്ചു ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു.
അങ്ങനെ കടൽ തീരത്ത് നിന്ന് ഞങ്ങൾ റിസോർട്ടിലോട്ട് മടങ്ങി വന്നതിന് ശേഷം ഞാനും കുട്ടി പട്ടാളങ്ങളും കൂടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിലേക്ക് ചാടി കേട്ടോ. പിന്നെ ഒരു 4-5 മണിക്കൂർ നേരം പൂളിൽ കളിക്കുകയായിരുന്നു. കുഞ്ഞാറ്റയും പുന്നൂസുമാണ് ഏറ്റവും കുഞ്ഞതായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഞാനും നവോമിയും കൂടെ ട്യൂബൊക്കെ ഇട്ട് കൊടുത്ത് മുങ്ങിപ്പോവാത്ത രീതിയിൽ ഞങ്ങൾ പിടിച്ച് നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ വെള്ളത്തിലിറങ്ങാൻ നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൾ സെറ്റായി. അവൾ പിന്നെ ഞങ്ങളുടെ മേത്തോട്ടും മുഖത്തും ഒക്കെ വെള്ളം തെറിപ്പിക്കുമായിരുന്നു. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞാറ്റ ട്യൂബൊക്കെ ഇട്ടിട്ട് നല്ല സുഖമായിട്ട് വെള്ളത്തിലൂടെ നീന്തുന്നൊക്കെ ഉണ്ടായിരുന്നു. പൊന്നൂസിന് പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ പിടിക്കുന്നത് കൊണ്ട് അവൾ കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കൂടെ വന്നു. അങ്ങനെ ഇത് ഞങ്ങൾ കയ്യിൽ ട്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചാടാൻ പറയുകയാണ് കേട്ടോ അവളോട്. ആൾക്കാണെങ്കിൽ പേടിയായിട്ട് അവൾ ചാടുന്നില്ല. ഞങ്ങളവിടെ തന്നെ വിടുമോയെന്ന് ഓർത്തിട്ട് അവൾ ഒരേ കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ചേട്ടൻ്റെ മാമനാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫോട്ടോ, അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഈ ട്രിപ്പ് അങ്ങനെ അവസാനിച്ചു. ഇനി അടുത്ത അവധിക്കാലത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് ചേർന്ന്